കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫോർമുല മിൽക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോഴൊക്കെ കുഞ്ഞിന് കഫക്കെട്ട്, ചുമയൊക്കെ വരുന്നു. ഇത് ഫോർമുല മിൽക്കിൻ്റെ അലർജിയാണോ അത് സ്റ്റോപ്പ് ചെയ്യണോ? ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമുല മിൽക്ക് ആണെങ്കിലും കൗ മിൽക്ക് ആണെങ്കിലും പശുവിൻ്റെ പാലിൽ നിന്ന് ഉള്ള പ്രോട്ടീൻസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള അലർജി, കൗ മിൽക്ക് പ്രോട്ടീൻ അലർജി കുട്ടിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ സിമ്പിളായിട്ട് മനസ്സിൽ വരുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അപ്പോൾ നമ്മൾ ഫോർമുല മിൽക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ കൗ മിൽക്ക് കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഒക്കെ കുട്ടിക്ക് ചുമയും കഫക്കെട്ടും വരുന്നു. അപ്പോൾ നമ്മളത് സസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഈ സാധനം കുഞ്ഞിന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് സിംറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇത് കൊടുക്കാത്ത സമയത്ത് കുട്ടിക്ക് ചുമയോ കഫക്കെട്ടോ ജലദോഷമോ പനിയോ ഒന്നും വരുന്നില്ല. കുട്ടി വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതൊന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ വീണ്ടും കൊടുക്കുമ്പോൾ വീണ്ടും കുട്ടിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് അലർജി നമ്മൾ സസ്പെക്ട് ചെയ്യാം. ആ ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ കൗ മിൽക്ക് പൂർണ്ണമായിട്ടും കുട്ടിക്ക് സ്റ്റോപ്പ് ചെയ്യണം. അത് കൗ മിൽക്ക് മാത്രം സ്റ്റോപ്പ് ചെയ്താൽ പോരാ, കൗ മിൽക്കിൻ്റെ പ്രോഡക്ട്സ് എന്ത് കൊടുത്താലും അതിനൊക്കെ അലർജി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. എപ്പോഴും നമ്മളിത് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറെ അടുത്തൊന്ന് ചോദിക്കണം. കാര്യം കുട്ടിക്ക് ചുമയും കഫക്കെട്ടും വരാൻ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കാൻ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കുട്ടികൾക്ക് സിവിയർ അലർജി വരുന്നുണ്ടാവും. അനഫിലാക്സിസ് എന്നാണ് അതിന് പറയുന്നത്. നല്ല ശ്വാസം മുട്ട്, ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുന്നു, ചുണ്ടൊക്കെ നീല നിറമാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. പക്ഷേ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് മാത്രമേ റീസ്റ്റാർട്ട് ചെയ്യാവൂ.